വെരിക്കോസ് വെയിൻ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളാണോ നിങ്ങൾ? യഥാർത്ഥത്തിൽ വെരിക്കോസ് വെയിനെ നമുക്ക് 6 സ്റ്റേജുകളിലായിട്ട് തരംതിരിക്കാൻ കഴിയും. ഞാൻ പറയാൻ പോകുന്ന ഈ 6 സ്റ്റേജുകളിൽ ഏത് കണ്ടീഷനിലാണ് നിങ്ങൾ ഉള്ളതെന്ന് സ്വയം ഒന്ന് അസസ് ചെയ്ത് നോക്കൂ. ഒന്നാമതായി, ചിലന്തി വല പോലെ വളഞ്ഞു പുളഞ്ഞ് വെയിൻസ് കാണപ്പെടുക. ഇത് പച്ച നിറത്തിലോ അല്ലെങ്കിൽ ബ്രൗൺ കളറിലോ ആണ് പലപ്പോഴും കാണപ്പെടാറുള്ളത്. രണ്ടാമത്തെ സ്റ്റേജിലാണ് നമുക്ക് കൂടുതലായും വേദന, കഴപ്പ്, തരിപ്പ് എന്നിവ അനുഭവപ്പെടുന്നത്. ഇത് കൂടുതൽ സമയം നിൽക്കുന്നത് ഈ വേദന കൂട്ടുകയും ഇരിക്കാനുള്ള ടെൻഡൻസി കൂടുതലായിട്ട് കാണപ്പെടുകയും ചെയ്യാറുണ്ട്. മൂന്നാമത്തെ സ്റ്റേജിലാവട്ടെ കൂടുതലായി കാലിൽ നീര് വെക്കുക, വീക്കം അനുഭവപ്പെടുക എന്നിവ കാണാറുണ്ട്. ഇത്തരം കണ്ടീഷനിൽ നമ്മൾ കാല് കുറച്ച് സമയം നീട്ടി വെക്കുക അല്ലെങ്കിൽ കാൽ ഉയർത്തി വെക്കുക ചെയ്യുന്നത് ഈ നീര് പോവാനും വേദനയ്ക്ക് ശമനം ലഭിക്കാനും സഹായിക്കും. നാലാമത്തെ സ്റ്റേജിൽ ഈ വീക്കം ഒന്നുകൂടി കൂടുകയും അതുപോലെ തന്നെ കണങ്കാലിന് മുകളിലായി ഡാർക്ക് കളർ സ്കിന്നായി മാറുകയും ചെയ്യാറുണ്ട്. അഞ്ചാമത്തെ സ്റ്റേജിലാണ് നമുക്ക് കൂടുതലായിട്ടും ചൊറിച്ചിൽ അനുഭവപ്പെടുന്നത്. ഇത് കൂടാതെ ആ സമയത്ത് വെയിൻസ് പൊട്ടുകയും അതുപോലെ തന്നെ കൂടുതലായിട്ട് ബ്ലഡ് കാണപ്പെടുകയും ചെറിയ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു സ്റ്റേജ് കൂടിയാണ് അഞ്ചാമത്തേത്. ആറാമത്തെ സ്റ്റേജിലാണ് ഈ ഉണ്ടായ മുറിവുകൾ ഉണങ്ങാതെ കുറെ കാലം അതുപോലെ നിൽക്കുകയും വെരിക്കോസ് അൾസർ പോലുള്ള കണ്ടീഷനുകൾ കൂടുതലായി കാണപ്പെടുകയും ചെയ്യുന്നത്. ഏത് സ്റ്റേജിലാണെങ്കിലും ശരിയായ രീതിയിൽ ട്രീറ്റ്മെന്റ് എടുക്കുന്നതും അതുപോലെ തന്നെ ജീവിതശൈലിയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും നിങ്ങളുടെ വെരിക്കോസ് വെയിനെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്താനാകും. യുനാനി വൈദ്യശാസ്ത്രത്തിലെ ഫസദ് അല്ലെങ്കിൽ വെനിസെക്ഷൻ, ലീച്ചിങ് തെറാപ്പി എന്നിവ വെരിക്കോസ് വെയിനും വെരിക്കോസ് അൾസറിനും വളരെയധികം റിസൾട്ട് നൽകാറുണ്ട്. കൂടുതൽ സംശയങ്ങൾക്കും ഡോക്ടർ കൺസൾട്ടേഷനു വേണ്ടി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്.